പോയിട്ട് കേട്ടോ. കലാകാരനാ തോന്നുന്നു. മുദ്ര കണ്ടില്ലേ? മുദ്ര നമുക്ക് ചോദിച്ചു നോക്കാം. ഏതാ മുദ്ര? മോഹിനിയാട്ടാ. ഞാനേ ഒരു വഴിക്ക് പോവാണ്. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരും കേട്ടോ. കാണാം, ഞാൻ അവിടെ ഉണ്ടാവും. ശരി എന്നാ. മോഹിനി, സ്ത്രീ, സൗന്ദര്യം, അതൊക്കെ ആ വാക്കിന് അർത്ഥം കേട്ടോ. ആലിക്കുട്ടി 500. ആയിക്കോട്ടെ. ഓ ശരി. സുലു അവിടെ നിൽക്ക്. നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? 1500 ഉറുപ്പ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞില്ല നിങ്ങൾ എന്നോട്? 1500? ആ 3 പ്രാവശ്യം അങ്ങനെ കാണിച്ചില്ല എന്നോട്. പടച്ചോനെ, എടി ഞാൻ 5 പൈസ എടുത്ത് വരണ്ട, അകത്തേക്ക് പോയിക്കോ, ഒന്നും എടുക്കണ്ട, അവിടെ ആളില്ല. അങ്ങനെ ആംഗ്യം കാണിച്ചതല്ലേ. ആണോ? എന്നാലേ ഞാൻ 500 അല്ലേ കൊടുത്തുള്ളൂ. അല്ല, ഓരെന്താ നിങ്ങളോട് ചെവിയിൽ പറഞ്ഞത് പോകുമ്പോ? അതോ, അയാൾ എന്നോട് ചോദിച്ചേ, ഈ എന്താണ് ഈ മുദ്ര കാണിച്ചത്? ഞാൻ എന്നോട് കയറി പോയിക്കോ പറഞ്ഞല്ലേ. അപ്പൊ എന്നോട് ചോദിക്കുവാണേ എന്ത് മുദ്രയെന്ന്. ഞാൻ പറഞ്ഞു മോഹിനിയാട്ടാന്ന്. അപ്പൊ അയാൾ പറയണ മോഹിനിയാട്ടം എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയിക്കാന്ന്. അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തിനാ മോഹിനിയാട്ടം? നമുക്കുണ്ടല്ലോ ഒപ്പന, കോൽക്കളി പോരെ. ഒരു കലാകാരൻ ഒരു കലയെയും കുറ്റം പറയാൻ പാടില്ല. അതുപോലെ ഒരു കലാകാരൻ ഒരു കലാകാരനെ കളിയാക്കാനും പാടില്ല കേട്ടോ. അതാണ്. അവര് വന്നു പോയി. അല്ല, നിങ്ങൾ എന്താ തൊള്ളയും പൊളിച്ച് നിൽക്കണത്? നിങ്ങൾ പണിക്ക് പോയി മനുഷ്യ. ഇല്ലെങ്കിലേ ഞാനിവിടെ ഓട്ടം തുള്ളല് തുള്ളൂട്ടോ. ഓട്ടം തുള്ളൽ തുള്ളി വരുമ്പോ വീട്ടിൽ കഞ്ഞി വെപ്പതിനില്ല.